30 ദിവസം കൊണ്ട് 6 പാക്ക് ഉണ്ടാക്കാൻ പോവാണ് ഞാൻ. ഗൈസ്, ഇപ്പം സമയം ഏകദേശം 7 മണിയാവാറായി. ഈ ജിമ്മിലെങ്ങും ആരുമില്ല, കറണ്ട് പോയി. ഞാൻ വർക്കൗട്ട് ചെയ്യാണ്. മഴ പെയ്തുകൊണ്ട് ഈ ജിമ്മിലെങ്ങും ആരുമില്ല. പക്ഷേ ഞാനും എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുന്ന അബി എത്തിയിട്ടുണ്ട്. ബാത്റൂമിലോട്ടാണ് ഞാൻ പോയത്. 30 days ഓഫ് 6 പാക്ക് ചാലഞ്ചിൻ്റെ അവസാനത്തെ ദിവസമാണ്, അതുകൊണ്ട് മിസ് ചെയ്യാൻ തോന്നിയില്ല. നേരെ വന്നു വാമപ്പ് ട്രെഡ്മിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കറണ്ട് പോയത്. അപ്പോൾ എന്തായാലും അവസാനത്തെ ദിവസത്തിൻ്റെ വീഡിയോ മിക്കവാറും ഇങ്ങനെ തന്നെയായിരിക്കും പോകുന്നത്. കാരണം മഴ പെയ്തുകൊണ്ട് ആരുമില്ല. ഇനി മേളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല, നോക്കണം. ഈ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ 2 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജേണി അത് സക്സസ്സിലേക്കോ ഫെയിലിയറിലേക്കോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ട്രൈ ചെയ്യാതെ എവിടെയെങ്കിലും മാറി നിന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളെ കൊണ്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. ഒരു രീതിയിലുമുള്ള എഡിറ്റിംഗ് മാനിപ്പുലേഷൻ ഇല്ലാതെയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ ബോഡി ഇപ്പം ഏത് കണ്ടീഷനിലാണോ അങ്ങനെ തന്നെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. സോ 30 days കൊണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയുക. കാരണം എൻ്റെ സക്സസ്സിൽ ഞാൻ ഹാപ്പിയാണ്. ബട്ട് നിങ്ങൾക്ക് ഞാൻ ഫെയിൽ ആയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ 30 days ചാലഞ്ച് തുടങ്ങിയപ്പം എൻ്റെ കൂടെ അതേ കണക്ക് 30 days ചാലഞ്ച് തുടങ്ങിയ ഒരാളും കൂടെ ഉണ്ട്. എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുന്ന മനോജ്. ആൻഡ് പുള്ളിക്കാരൻ്റെ സക്സസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പുള്ളിക്കാരൻ ഒരു സാധാരണക്കാരനാണ്. ഇതുവരെ ഒരു ജിം ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. വിശ്വസിച്ചാൽ നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് പറയുന്നതിന് ഒരു എക്സാമ്പിൾ തന്നെയാണ് മനോജിൻ്റെ ഈ ട്രാൻസ്ഫോർമേഷൻ. ബിക്കോസ് പുള്ളിക്കാരൻ ഒരു മാരത്തോൺ അത്ലറ്റാണ്. ഈ ഒരു 30 days ചാലഞ്ചിനിടയ്ക്ക് 10 kilometers ഒരു മാരത്തോണും പുള്ളി കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ദി വെരി നെക്സ്റ്റ് ഡേ ഹി വാസ് ദെയർ അറ്റ് ദി ജിം ടു കംപ്ലീറ്റ് ഹിസ് ചാലഞ്ച്. സോ ഐ ആം സോ പ്രൗഡ് ഓഫ് ഹിസ് ജേർണി ആൻഡ് ദിസ് ഈസ് ഹിസ് ട്രാൻസ്ഫോർമേഷൻ. ശരിക്കും പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവരുടെ വിജയം അത് എൻ്റെയും കൂടെ വിജയമല്ലേ. അപ്പോൾ എന്തായാലും എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഇവിടെ തീരുന്നില്ല, അത് ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. തോറ്റോ ജയിച്ചോ എന്നതിലല്ല കാര്യം, നമ്മൾ ട്രൈ ചെയ്തോ എന്നതിലാണ്.